ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനടുത്ത് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ സേഫ് അല്ല എന്നാണല്ലോ. അപ്പോൾ നാളെ എനിക്കൊരു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നവരെ എനിക്ക് പേടിയാണ്. ആരേ കരയണ്ട ഇപ്പം എത്തി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. നമ്മുടെ കൺമണിക്കുട്ടി ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്തായിട്ട് കിടന്നത്. ഇന്നലെ പ്രീതിയും കണ്ണാടിയൊക്കെ ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ഇന്നലെ കൂടിയൊരു ദിവസമായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയപ്പോൾ കൺമണിക്കുട്ടി എൻ്റെ അടുത്ത് നിന്നു. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൺമണിക്കുട്ടിക്ക് കുറച്ച് ഞാൻ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവൾക്ക് ഒന്ന് തോടും ഒക്കെ കാണുന്നത് വേണ്ടിട്ട് ഇരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടി കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ. പേലിക്കുട്ടിയാണെങ്കിൽ നമ്മുടേക്കാളും മുന്നായിട്ടാ. ഞങ്ങൾ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴേക്കും അവൾക്ക് മനസ്സിലാവും ഞങ്ങൾ എവിടേക്ക് പോകാൻ നിൽക്കണേന്ന്. അപ്പോൾ അവൾക്ക് തോടെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ആ സൈഡ് മനസ്സിലായി. ഇല്ല് നമ്മുടെ ഈ വെള്ളത്തിലല്ലേ മീൻ വരുന്നുട്ടാ. ചിലപ്പോൾ കാണാൻ പറ്റൂട്ടെ. ഞങ്ങൾ ചില ദിവസം കാണും മീനെ. ഇതിവിടെ ആയിട്ട് കണ്ടു മീനന്ന കാലത്ത്. എവിടെ മീനുണ്ടോ? ഏലങ്ങണ്ട്. അത് മറ്റേ പ്രാണി പുന്നോ മീനെ കാണാറുണ്ട്. നമുക്ക് ശരിക്കും ഞാൻ എല്ലാ വട്ടം പറയാണ്ടിട്ടാ, എല്ലാ വർഷവും നമുക്ക് മഴ പെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുടത്തിലേക്കൊക്കെ വെള്ളം നന്നായി കയറാറുണ്ട്. ഇവിടെയൊക്കെ ഇതൊന്നും കാണാറില്ല, നിറച്ച് വെള്ളം നിൽക്കാറ്. ഇങ്ങോട്ട് അങ്ങനെ ഇല്ല. തോടായാലും അങ്ങനെ നിറഞ്ഞിട്ടില്ല. ഇപ്പൊ കുറഞ്ഞു കൺമണി. മഴ പെയ്യുമ്പോ കൂടുതലുണ്ട്. ഇതാണ് നമ്മുടെ തോട്. മീനുണ്ടോ? ഇതിൽ മീനുണ്ട് പൊന്നോ. പക്ഷെ അതേ കണ്ടു നോക്കി നിറച്ച് മീനുകൾ നോക്കിയേ. ഈ ഒരു ഇത് വെച്ചോണ്ട പൈപ്പ്. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിനുള്ളിൽ കൂടെയാണ് മീനുകൾ നമ്മുടെ അവിടേക്ക് വരേണ്ടത്. കാരണം നമ്മുടെ അവിടെ നിന്നുള്ള വെള്ളം ഈ ഹോളി കൂടെയാണ് ഇങ്ങോട്ട് തോട്ടിലേക്ക് ഇറങ്ങുക. അപ്പം അങ്ങനെ അയ്യോ മഴ തുടങ്ങിയില്ല കൺമണിയെ. പോവാൻ കൺമണി മഴ വെള്ളമുണ്ട്. വേറെ ദിവസം കൊണ്ടുവരട്ടെ. ഇതാ പേര് കൂട്ടി പോരെ. മീനുകൾ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഓടോടോട അങ്ങനെ ഇപ്പൊ എല്ലാ പ്രാവശ്യം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ ഇറങ്ങി തന്നെയായിട്ട് അവസ്ഥ. അപ്പൊ അവ കൺമണിക്കുട്ടിക്ക് ഞാൻ അവിടെ വരയ്ക്ക് ഒന്ന് കൊണ്ടുപോകാന്ന് വെച്ചിട്ടാ. അങ്ങോട്ട് നീക്കാൻ നല്ല പാടൊക്കെയാണേ. പക്ഷെ അത് വേറെ കാര്യമായിട്ടാ. ഇതാ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടീനെ കുറേ പേർക്ക് അറിയാട്ടോ. കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്. നമ്മുടെ കൺമണിക്കുട്ടി ഷാജിൻ ചേട്ടൻ്റെ മോൻ്റെ കുട്ടി. അതേപോലെ തന്നെ ഒരു ബന്ധം കൂടിയുണ്ട്, പെങ്ങളുടെ മകളുടെ കുട്ടി. അപ്പം അതായത് ആങ്ങളും പെങ്ങളുടെ മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചോണം കേട്ടാ. കൺമണിക്കുട്ടിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടാ. കൺമണി കാത്തു വ്ളോഗ് കൊണ്ട് കൺമണിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ അതിലിട്ടുണ്ട്. കൺമണിക്കുട്ടി ഒഴിവുള്ള ടൈമുകളിൽ വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ഒരു കുറച്ച് വീഡിയോകൾ ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പറയാമല്ലോ നമുക്ക് ആ ചാനലിൻ്റെ പേര്. പറയാ പേലിക്കുട്ടി നനഞ്ഞോ അവള് കിടക്കാൻ പോയി. അയ്യോ അവളുടെ വാലടിച്ച സൗണ്ട് പെടാതെ വണ്ടി വിട്ടിട്ട് അടിച്ച സൗണ്ട് അല്ലേ ഇത് കേട്ടത്. ആ കൺമണിക്കുട്ടി കയറ്. തല നനഞ്ഞിട്ടില്ല. നമ്മുടെ അല്ലുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളിലേക്ക് പേടിച്ചിട്ട് ഇപ്പോൾ അകത്തായിട്ടൊക്കെ എടുപ്പ് കൂടുതലും നോക്കിയപ്പോൾ സെറ്റ് കിടന്നിട്ടാണ് ഉറങ്ങണേ. ഇപ്പം ആളെപ്പോഴും അകത്താ, ഉറക്കവും ഭക്ഷണവും ഒക്കെ. വളരെ ആവശ്യങ്ങൾക്ക് മാത്രം ഒന്ന് പുറത്തു പോകുള്ളൂ. അത് കഴിഞ്ഞ് വന്ന് കിടന്നിങ്ങനെ ഉറങ്ങും ആള്. ഇന്നൊരു കാര്യം കൂടി കാട്ടിയതായിട്ടാണ് നമ്മുടെ പേളിക്കുട്ടിയുടെ ഉറക്കം. പേളിക്കുട്ടി ഉറങ്ങുമ്പോണ്ടല്ലോ നമ്മൾ ആര് ചെന്നാലും കൂടി അറിയില്ല, അതേപോലെയായിട്ട് കിടന്നുറങ്ങുക. കാട്ടിയാലോ ഉണ്ട് പേളിക്കുട്ടിയുടെ ഉറക്കം. ഞാൻ ഒരു പുതപ്പ് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്ത് നോക്കുക. ആദ്യമായിട്ട് ആൾക്ക് കിടന്നുറങ്ങാനായിട്ട് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴത്തെ ചവിട്ടിയുണ്ട്, പക്ഷെ ആദ്യമേ കിടക്കുക. പിന്നെ നമ്മുടെ സിംബൂട്ടിനായിട്ടും അന്വേഷിച്ചത് ലൈസേജിയാണ്. സിംബൂട്ടിൻ്റെ കാരണം കുറേ നാളെയല്ലോ കണ്ടിട്ട് വന്നത്. സിംബൂട്ടിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്. അവൻ്റെ പാത്രത്തിൽ എപ്പോഴും ഫുഡ് വേണം, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിന്നണ പോലെ കാണിക്കും. കാരണം എന്താണെന്ന് പറയുക, പോകുമ്പോഴേക്കും ആ പാത്രം കാലിയാക്കി തരാൻ. അപ്പോഴാണ് നമ്മളതിൽ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ. ഇതാ സിംബൂട്ടേ ഒന്ന് ക്യാമറയിലേക്ക് നോക്കിയടാ,
ക്യാമറയിലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഇത്ര മടിയുള്ള ആളില്ലേ? ശുക്രു ക്യാമറയിലേക്ക് നോക്ക അവൻ നോക്കില്ലേ, അവന് ഭയങ്കര മടി ക്യാമറയിലേക്ക് നോക്കാനായിട്ട്. അവനിങ്ങനെ ഫുള്ള് ഇവിടെ കിടന്ന് ഇങ്ങനെ നടക്കും ആള്. അതാണ് ആളുടെ ഏറ്റവും ഇഷ്ടം. നമുക്ക് ഇവിടെ പറമ്പിൽ മരങ്ങളും ചില്ലകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു അണ്ണനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ണനുള്ള ചായ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അണ്ണതാ ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിലേ, അണ്ണൻ ആദ്യമായിട്ടാട്ടോ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നത് അല്ലേ അണ്ണ? പണിക്ക് വന്നത്. അപ്പോൾ അണ്ണൻ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ചേച്ചി പണിയുണ്ടാന്ന്. കാരണം ഇവിടെ അടുത്ത് നമ്മുടെ അനിയന്മാരുടെ വീട്ടിലൊക്കെ അണ്ണൻ പണിയാറുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ പണിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയില്ല അണ്ണ, ഇവിടെ ചായട്ടൻ തന്നെയാണ് പണിയാറുന്നത്. പക്ഷേ ഈ പ്രാവശ്യം യാദൃച്ഛികമായിട്ട് അണ്ണൻ ഇവിടുത്തെ പണി കിട്ടി. അതെങ്ങനെയാണെങ്കിൽ പെങ്ങളുടെ അടിക്ക് പണിക്ക് വിളിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാൻ ചേട്ടാ 2 ദിവസം എനിക്ക് അവിടേക്ക് വിടണ്ട, കാരണം അവൾക്ക് വേറെ അത്യാവശ്യമായിട്ട് എങ്ങൊക്കെ പോകാണ്ട്. അപ്പോൾ പിന്നെ അണ്ണൻ നമ്മുടെ വീട്ടിൽ പണിക്കായിട്ട് വന്നതല്ലേ. അപ്പോൾ അങ്ങനെ അണ്ണനെ ഞാനിവിടെ 2 ദിവസം പണി കൊടുത്തു അല്ല എന്നാൽ അങ്ങനെ അണ്ണൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ പണിയുണ്ടെന്ന്. അപ്പോൾ അണ്ണൻ നോക്കിയേ, കണ്ടോ ഈ ചില്ലകളൊക്കെ ഇതേപോലെ. അണ്ണൻ ചായ കുടിച്ചോ കേട്ടാ. ഇന്ന് നോക്കിയേ നമ്മുടെ പേലിക്കുട്ടിയുടെ കയ്യിൽ എവിടെ നിന്നോ എല്ല് കിട്ടുമോ കേട്ടോ. ആടിൻ്റെ എല്ലാം തോന്നിട്ട് നല്ല സ്ട്രോങ് അല്ലേ കാണുമ്പോൾ. ഇപ്പം അത് കടിച്ച് പിടിച്ചിട്ടാണ് ഇന്ന് അവൾ നമ്മുടെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ എല്ലാം അവൾ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മുടെ കുട്ടി പട്ടാളം കണ്ട് അടുത്തേക്ക് വരുമ്പോൾ ഇതും കൊണ്ടുവരും. പിന്നെ ഈ ഒരു എല്ലിന് വേണ്ടിയിട്ടുള്ള അടിയായിരിക്കും അവിടെ മക്കൾ. പേളിക്കുട്ടിയെ മെല്ലെ വിളിയേക്കണോ നോക്കി എല്ല് കിട്ടിയപ്പോൾ. പേളിക്കുട്ടി ഇതെന്തിട്ടത് കിട്ടി നോക്കണേ, മക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എല്ല്? എന്ത് കിട്ടിയാലും കൊണ്ടു കൊടുക്കൂട്ടാ മക്കൾക്ക്. നമ്മുടെ ഈ അണ്ണ ഉണ്ടല്ലോ, ആള് എന്താ പറയുക, കാട് വൃത്തിയാക്കാൻ വന്നപ്പോൾ എനിക്ക് വിഷമമായിരുന്നിട്ടാണെങ്കിൽ ആൾക്കറിയില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിലത്തെ ഫ്രൂട്ട്സുകൾ ഏതാണെന്നൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ആള് നമ്മുടെ റംബുട്ടാൻ്റെ നല്ലൊരു ചില്ലകൾ, അതായത് റംബുട്ടാൻ നമുക്കറിയാം താഴെ വരെയാണ് നമുക്ക് റംബുട്ടാൻ നിൽക്കണേ. ഇതേപോലെ ഈ മതിൽമ മുട്ടിയിട്ട് വരെ ഒരു കൊമ്പ് ഇങ്ങനെ നിന്നിരുന്നു. ആ കണ്ടോ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കണേൻ്റെ ഈ അടിയിലേക്കുള്ള ഈ ഒരു കൊമ്പാണ് ആള് വെട്ടി കളഞ്ഞത്. ഈ കൊമ്പുമ്മേ നിന്നിരുന്ന റംബുട്ടാൻ എന്ന് പറയുന്നത് ഈ മതിലുമിക്ക് ഇങ്ങനെ ചേർന്നിട്ട് എഴുതുന്നിരുന്നത്. അത്രയും നിറച്ച് റംബുട്ടാൻ ഉണ്ടാവണ ഒരു മരമാണ് നമ്മുടേത്. ഇപ്പം ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുകളിലൊക്കെ നിറച്ചായിട്ടാണ് നിൽക്കണത്. ഇത് കണ്ട ഇങ്ങനെ നിറച്ച് നിൽക്കണുണ്ട്. നമുക്ക് ആള് വെട്ടി കളഞ്ഞ കൊമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചല്ലേ കവറൊക്കെ ഇട്ട് നിർത്താൻ പറ്റുന്ന കൊമ്പാണ് ആള് കളഞ്ഞത്. ആ കൊമ്പ് ഒക്കെ ആള് വെട്ടി. അപ്പം അതിമൊക്കെ റംബുട്ടാനുണ്ട്. പക്ഷെ ആൾക്ക് അറിയാണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് നോക്കിയേ, ആ ചില്ലകളൊക്കെ വെട്ടി ഇതവിടെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുക. കണ്ട ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിൽക്കുന്നത് റംബുട്ടാൻ്റെ അടിയിൽ കുറേ ഉണ്ട്. ഇതേപോലത്തെ വെട്ടി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പുറത്ത് നോക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട. ഞാൻ വന്നപ്പോൾ എനിക്ക് വിഷമായി. ഇത് ആൾക്കറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഫ്രൂട്ട്സുകളുടെ മരത്തിനെ കുറിച്ചിട്ട്. നമുക്കാണെങ്കിൽ ഇത് അറിയില്ലല്ലോ, നമ്മളങ്ങനെ നിർത്തി. അപ്പം അങ്ങനെ ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ് എനിക്ക് റംബുട്ടാൻ്റെ കുറേ ചില്ലകൾ കളഞ്ഞു. ഇവിടെ ഇങ്ങനെ മൂടി വേണം, നമ്മളൊരു ഇരുട്ട് പോലെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആയിരുന്നത്. പക്ഷെ ആൾക്കത് അറിയാണ്ട് അങ്ങനെ വെട്ടി കളഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയിലേ അത് ഞാൻ കാട്ടിത്തരാം. അത് ഇത്രയും കുറ്റിയേക്ക് നിർത്തിയാൾ നോക്കിയേ. ആൾക്കറിയാണ്ടാണ്, അത് കാരണം പിന്നെ കുഴപ്പമില്ല, പോട്ടെ. കേട്ടോ ഗോൾഡൻ കാസ്കേഡ് നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാനായിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കട ഞാൻ അവിടെ അറ്റത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടൊക്കെ പടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വേപ്പ് കണ്ടോ, നമ്മുടെ മഴ പെയ്തിട്ടേ എന്നിട്ട് പറയാം വെള്ളത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക വേപ്പ് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു 15 വേപ്പോളം ഉണ്ട് കേട്ടോ. എല്ലാ വേപ്പ് ഇതേപോലെ തന്നെയാണ്, വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലെ ചെരിഞ്ഞിട്ട് കൊമ്പൊടിയാ നിൽക്കുക അതേപോലെ നിൽക്കണേ. ഇതൊക്കെ വേപ്പാട്ടാ. ഈ വേപ്പുമ്മയ്ക്കായിരുന്നു നമ്മുടെ ഈ ഗോൾഡൻ കാസ്കേഡ് പടർന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വേപ്പ് എണ്ണം കൂടുതലുള്ള കാരണം ഞാൻ കുഴപ്പമില്ല അത് പടർന്നോട്ടെ വെച്ചിട്ട് അങ്ങനെ കയറ്റി വിട്ടു. അപ്പോൾ കണ്ടോ ഇതേപോലെ കുറ്റിയാക്കി ആൾ നിർത്തി. അപ്പോൾ ഈ വേപ്പുമ്മയ്ക്ക് മുന്നേ പടർന്നിട്ട് കണ്ടോ ആ പൂവൊക്കെ ആകുമ്പോൾ നിൽക്കുന്നുണ്ട്. ഇനി അതൊക്കെ വാടി തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന വേനൽക്കാലം ആകുമ്പോഴേക്കും
നിറച്ച്, അതായത് ഈ വേപ്പിൽ പൊതിഞ്ഞ് നിൽക്കുക നമ്മുടെ ഈ മഞ്ഞ കളറിൽ ഈ പൂവായിരിക്കുന്നു വിചാരിച്ചിട്ട് അത്രയും സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ ആൾക്കത് അറിയാണ്ട് അതൊക്കെ ചെയ്തു പോയി. സാരില്ലേ, പോട്ടെ. പിന്നെ നോക്കിയേ, നമ്മുടെ ഈ ഓറഞ്ച് അതേട്ടാ, ഈ നല്ല കാറ്റുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ, നല്ല മഴ നല്ല കാറ്റും. ആ കാറ്റത്ത് ഈ ഓറഞ്ച് ഇങ്ങനെ ചെരിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്ത് തൊട്ട് നിൽക്കണ ഈ ഓറഞ്ച് നോക്കിയേ, നമ്മൾ നിറച്ച ഓറഞ്ചാ. അത് റോട്ടിലേക്കാണ് ഇപ്പോൾ കൂടുതലും ചാഞ്ഞ് നോക്കണത്. അപ്പോൾ റോട്ടിലേക്ക് ചാഞ്ഞപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതിലെ വണ്ടികൾ പോകുമ്പോൾ ഇതൊക്കെ താഴേക്ക് വീഴുഞ്ഞി കണ്ട. റോഡിൻ്റെ പകുതിയോളം നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ മരം വന്ന് ഇങ്ങനെ ചെരിഞ്ഞു. അതൊക്കെ അല്ലാതെ ഓരോ പ്രായമായിട്ട് നിൽക്കണവരാ, കുറച്ചുകൂടി കഴിയണത് പൊട്ടിക്കണെങ്കിൽ. കണ്ട റോഡിൻ്റെ പകുതിയോളം കണ്ട ഓറഞ്ച് മരം. നല്ല ശക്തിയുള്ള നല്ല മഴയായിരുന്നു എന്നല്ലേ കണ്ട. നമ്മുടെ റോഡൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ച് നേരം മഴ ഒന്ന് തോർന്നപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ട് അനിയൻ്റെ വീട്ടിലത്തെ എന്നിട്ട് പറയുക പേരമരം, അതെ ഇന്നലെ ഒന്ന് ചെരിഞ്ഞ് ഇതൊക്കെ രാവിലെ തന്നെ കൊമ്പൊക്കെ വെട്ടി ഒതുക്കി വെച്ചിട്ടിരിക്കുക. നമ്മുടെ ഗേറ്റുമിക്കൊക്കെ ആയിട്ട് വീണ് കിടക്കണ്ടായിരുന്നേ. അപ്പോൾ അണ്ണനാണെങ്കിലോ ഈ പറമ്പിൽ ഈ ചില്ലകളൊക്കെ വെട്ടാൻ വിളിച്ചപ്പോഴേ നമ്മളാണെങ്കിൽ വന്ന് നോക്കിയില്ല. കാരണം നമുക്ക് വിചാരിച്ച ആൾക്കറിയാലോ, ഫ്രൂട്ട്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു അബ്ദാണ് കേട്ടോ ആൾക്ക് പറ്റിയിട്ടുള്ളത്. ബാക്കി കുഴപ്പമൊന്നുമില്ല ആൾ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയക്കുറവ്, പിന്നെ നമ്മുടെ സമയക്കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായേട്ടൻ്റെ സമയം നോക്കിയിട്ടായിരിക്കും ഞാൻ കുറേയൊക്കെ വീഡിയോ പിടിക്കുക. കാരണം ഷായേട്ടൻ്റെ പണിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് സമയക്കുറവ്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനൊരു കാര്യം, എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് സ്വാതി എന്നൊരു വ്യക്തിയാട്ടോ ഇട്ടിട്ടുള്ളത്, നിങ്ങളുടെ വീട്ടിൽ പണിക്ക് ആൾ വരുന്നുണ്ട്, നമ്മൾ കാണിക്കണില്ലാന്ന്. അപ്പോൾ നമ്മൾ പണിക്കൊരാൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ സ്ഥിരം വീട്ടിൽ നിർത്തുന്ന ആൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പുറത്ത് പണിക്ക് ഒരാളെ എപ്പോഴും സ്ഥിരം വയ്ക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ പണിക്ക് ഒരാൾ വരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ മരത്തിൻ്റെ ചിലകളൊക്കെ വെട്ട വല്ലപ്പോഴും രണ്ടെണ്ണം വിളിച്ചത് അത് പണിക്കൊരാൾ വരുന്ന പോലെ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ പുല്ല് നമുക്കുണ്ട്. ആ പുല്ല് ക്ലീൻ ചെയ്തത് വെട്ടാനായിട്ട് ഒരാൾ വരും. അത് 2 മാസം 3 മാസം കൂടുമ്പോൾ. അപ്പോൾ അത് വീട്ടിൽ പണിക്ക് വരെ ഒരാളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ഥിരം പണിക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്കത് പണിയെന്ന് പറയാം. അല്ലെങ്കിൽ പുറത്ത് സ്ഥിരം പണിക്ക് ആളെ വയ്ക്കുക, വീടിനുള്ളിൽ സ്ഥിരം പണിക്ക് ആളെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പണിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇതുവരെ ഒരു പണിക്കും ഒരാൾ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടാ. നമ്മളിപ്പോൾ ഇപ്പോൾ എളിക്കൂട്ടി ഓടി വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇത് അവിടെ വന്ന് മണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നു. നമ്മൾ എവിടേക്കാണ് പോണേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് എനിക്ക് കൈ എത്താൻ പറ്റാത്തൊരു ഭാഗമുണ്ട് നമ്മുടെ വീട്ടിൽ. അവിടേക്ക് ഒരാൾ വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് അവിടേക്ക് എത്തണമെങ്കിൽ 36 പടി കയറണം. അപ്പോൾ ആ ഒരു ഭാഗം കാട്ടിത്തരാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻറ്റിനെ കൂടുതൽ എടുത്തിട്ട് എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 36 പടി കയറിയിട്ട് വേണം നമുക്ക് ആ മുകളിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതിലത്തെ ഒരു 18 പടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 18 പടി നമ്മൾ കയറി വന്നു. പിന്നത്തെ 18 പടി കയറണമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ പട്ട പോലെ നമ്മൾ അടിച്ചിട്ട് പോകണം കണ്ട. അത് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അതേ രീതിയിൽ തന്നെ ഇങ്ങനെ നല്ല ഫുൾ ഏരിയ ആയിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് മുകളിലേക്ക് കയറിയാലും അതേപോലെ തന്നെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പറയാം. ഇതാണ് കേട്ടോ നമ്മുടെ 36 പടിയും കൂടി കയറി വരുന്ന ആ ഒരു സ്ഥലം. പണ്ട് ഞാനിവിടെയൊക്കെ ആകെ വൃത്തിയാക്കിയിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടണേ ഇല്ല. അതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണേ ഇല്ല. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി ടൈം എൻ്റെ പോകുന്നുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കമൻറ്റ് വരുന്നവർക്ക് അറിയാം. ഞാൻ പണ്ടൊക്കെ കമൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് കമൻറ്റുകൾ തന്നിരുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വന്നതിന് ശേഷം നമുക്ക് അറിയാം, ഞാൻ എന്തോരം വൈകിട്ട് ചിലപ്പോൾ രാത്രി 12:30 വരെ ഞാൻ കമൻറ്റ് ഇടാറ്, മറുപടി തരാനായിട്ടിരിക്കാറ്. അത്രയും എനിക്ക് സമയം കുറവാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം വൃത്തിയാക്കാനാണ് ഞാൻ ഒരാളെ അന്വേഷിച്ചത്. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യെത്തില്ലെങ്കിൽ അവിടുത്തെ പട്ടിയും ഈ ഒരു ഭാഗം. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടി. 2 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷേ ഈ 2 ആഴ്ചക്കുള്ളിൽ ആൾ വന്നിട്ടുള്ളത് ആകെ 3 ദിവസമാണ്. കാരണം ഇവിടെ നമുക്ക് സ്ഥിരം വന്നിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ മതി. അപ്പോൾ ആളുടെ സൗകര്യം പോലെ ചിലപ്പോൾ ആൾ ആഴ്ചയിൽ 2 ദിവസമായിട്ട് വരും. കാരണം ഇത്ര ഏരിയ ഉണ്ടല്ലോ, പട്ടയൊക്കെ തുടച്ച് വരുമ്പോൾ സമയം പോകും. അപ്പോൾ ഈ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്ററിംഗുകാരെ കൂടെ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ആൾ
അങ്ങനെ ജോലി ഇല്ലാത്ത ദിവസമാണ് എന്നെ വിളിക്കും, ചേച്ചി ഞാൻ ഇന്ന ദിവസം വരാട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ വന്നോളം പറയും. ഈ വരുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11:30 അവിടെ എത്തുമ്പോൾ അതേപോലെ തന്നെ ഒരു 3:30 ആവുമ്പോൾ ആൾക്ക് പോകും വേണം കേട്ടോ. അങ്ങനെ ആകെ 3 ദിവസം വന്നിട്ടുള്ളൂ. നമ്മുടെ വീഡിയോയിൽ പോലും എനിക്കിങ്ങനെ ഒരു നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മുടെ വീഡിയോയിൽ എനിക്ക് പറയേണ്ട ആ കാര്യം ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ലേ, കാരണം ഈ ആൾ വന്നിട്ട് നോക്കട്ടെ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കട്ടെ കുറച്ച് ദിവസം, എന്നിട്ടാണെങ്കിൽ കേട്ടോ പറ്റുള്ളൂ. കാരണം ആൾക്കുണ്ടല്ലോ എത്ര സ്റ്റെപ്പ് കയറി വരിക ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പ്രായത്തിൻ്റെതായി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പാണെങ്കിലല്ലേ എനിക്ക് വീഡിയോയിൽ പറയണ്ടോ. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. അതും വരുന്ന ആൾ വീട്ടുപണിക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് പോലും ഈ വ്യക്തി നമ്മുടെ വീട്ടിൽ വരുന്നത് എന്തിനാന്ന് പോലും അറിയണില്ല. ഒരാൾ കയറി വരുന്നുണ്ട്, ഈ ആൾ വന്നാൽ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയ പുറമേക്കേ കാണില്ല, കയറി വരുന്നത് കാണാം, പിന്നെ പോണത് കാണാം. അല്ലാതെ പുറം ഒരു പണി ആളെടുക്കേണ്ട വരുന്നില്ല, ചെയ്യണില്ല. കാരണം ഈ 2 ഭാഗം വൃത്തിയാക്കാനാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്കും ഈ ആൾ എന്തിനാണ് വരുന്നതെന്ന് അറിയണില്ല. എന്നിട്ട് പറയാണ് നമ്മുടെ വീട്ടിലേക്ക് വീട്ടുപണിക്ക് വരുന്നത്. പക്ഷേ വീട്ടുപണിക്ക് വരുന്നതെന്ന് പറഞ്ഞതൊന്നല്ല എൻ്റെ വിഷയം. ഞാൻ ഇങ്ങനെ ഒരാൾ വരുന്നത് എൻ്റെ വായിൽ നിന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ എവിടെയൊക്കെ എടുക്കുന്ന ഒരു സ്വാതി ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനടുത്ത് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ സേഫ് അല്ല എന്നാണല്ലോ. കാരണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നത്, എവിടെയൊക്കെയോ നിന്നിട്ട് ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട്, അത് ആരൊക്കെയോ വിളിച്ച് പറഞ്ഞ് അവരെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ നാളെ എനിക്കൊരു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്നവരെ എനിക്ക് പേടിയാണ്. കാരണം നമുക്കറിയാം വീട്ടിൽ നിന്ന് നമ്മൾ പോയി വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ പലതും നഷ്ടപ്പെടാറ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന പേര് സ്വാതി എന്ന് പറയുന്ന ആളെയായിരിക്കും കേട്ടോ. കാരണം ആളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ആരുടെയൊക്കെയോ നിരീക്ഷണത്തിലാണ് ഇവിടെ കഴിയണതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് പ്രത്യേകം എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, പലർക്കും പലതും പറയാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, നമ്മളറിയാത്ത കാര്യങ്ങളല്ലേ പോണത് പുറത്തേക്ക്. അപ്പം ഇനി അങ്ങനെ, അപ്പം ശരി, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇത്രയ്ക്കല്ല, നമുക്കിനി ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പറമ്പിലേക്ക് പോകാൻ ഞാൻ അവിടേക്ക് പോവാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീട് പണിയുടെ സമയം ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടാണ് കേട്ടോ. പെയിൻറ്റിങ് കഴിഞ്ഞതും അന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളുടെ പെട്ടിയും കവറും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇതൊക്കെ വൃത്തിയാക്കി കിട്ടണം എനിക്ക്. കാരണം നമുക്കിവിടെ എലികൾ, അണ്ണാന്മാരുണ്ട്, പിന്നെ മരങ്ങൾ ഇങ്ങനെ മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പാമ്പുകൾ കിടക്കാം, അങ്ങനെയൊക്കെ കുറേ ഇതുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മുടെ ഒരു കൈ വേണം, ഒന്ന് വൃത്തിയാക്കി ഇടണം, മാറാമ്പലടിക്കണം, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്, കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെയാണ് ആൾ വരുന്നത്. അപ്പോൾ ആൾക്ക് വന്നിട്ട് ഇപ്പോൾ ആകെ 3 സ്ഥലം വന്നിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് ഇവിടെ വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല. മാറാമ്പൽ അടിക്കാൻ പറ്റിയിട്ടുണ്ട്, അടിയിലത്തെ പട്ടയൊക്കെ തുടയ്ക്കാൻ പറ്റിയില്ല. അത്രയും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ആൾക്ക്. ഒക്കെ ആൾ വൃത്തിയാക്കും. ആൾ നിൽക്കണമെന്നാണ് ആഗ്രഹം. വലിയ കുഴപ്പമില്ല, നല്ലൊരാളായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. നമ്മുടെ അറിവിലൊരാളാണ്, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമുക്കുണ്ടല്ലോ ഇപ്പോൾ പണ്ടത്തെ പോലെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നേരം പണിയാനൊന്നും നടക്കില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അപ്പം തന്നെ മഴ പെയ്യുക. പിന്നെ പറമ്പിൽ വിചാരിച്ച പോലെ ഉണ്ടാവില്ല, നമുക്കിങ്ങനെ ഒരു പിടിക്കുന്ന സ്ഥലമായി കാരണം. അപ്പം ഞാൻ നമ്മുടെ അവിടേക്ക് നമ്മുടെ ഇന്നലത്തെ കാറ്റത്ത് മഴയത്തൊക്കെ ഓറഞ്ച് വീണ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ നോക്കി നമ്മുടെ പറമ്പിലായാലും നോക്കി വലിയൊരു ചേനയായിരുന്നു കേട്ടോ. അത് കണ്ടാ, ഇത് വലിപ്പുള്ള ചേന. നമ്മുടെ ഈ ചേന ചെരിഞ്ഞതാണെങ്കിലോ അതാ ഇവിടെ കണ്ടോ, ഒരു മുളകിൻ്റെ കടയമിക്കാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിറച്ച് മുളകുണ്ട്. ഈ ഒരു മുളകുമ്മ നമ്മുടെ വെള്ളച്ചൂനിയൻ കണ്ട, ഈ ഒരു കൊമ്പുമ്മിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നന്നായി മുളകുള്ളതാണ്. പക്ഷെ അത് വീണിട്ട് നമ്മുടെ മുളകിൻ്റെ വല്ല കൊമ്പൊടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. ചേന അങ്ങനെ ചെരിഞ്ഞ് നിൽക്കണുള്ളൂ. കട ചിലപ്പോൾ ഇനി കേട് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ സെൻറ്റുമല്ലി തൈയൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടം വെച്ചത് കാണിച്ചില്ലേ, അതൊക്കെ അതേ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചാണപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടുള്ളൂ, അപ്പോഴേക്ക് വരെ അടുത്ത മഴ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി മഴ തൂളി തുടങ്ങിയല്ലോ, പെയ്യോ ഇനി. പിന്നെ നോക്കി നമ്മുടെ കൊത്തമ്പര കേട്ടാ. കൊത്തമ്പരിക്ക് വലിയ കുഴപ്പമില്ല, ഇതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മഴയല്ലേ, നമ്മുടെ പറമ്പിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ലല്ലോ, ഓറ് പിടിക്കണ കാരണം. എന്നാലും നോക്കിയേ 2 കൊത്തമ്പര. അപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ കാണാനുണ്ട്. അപ്പം അങ്ങനെ നിറയിലൊക്കെ ആയിട്ട് ഉണ്ടായി തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എന്താ എൻ്റെ കുട്ടിപ്പാട്ടാളങ്ങൾ വന്ന് നിൽക്കണ നോക്കിയേ, എന്നെ ഇപ്പുറത്ത് കണ്ടാപ്പിലേക്കും കിണിങ്ങി കിണിക്ക് കൂട്ടന്മാരെ.
എനിക്ക് വരാനാണ് ഈ പണക്കം. കറിയണ്ട കേട്ടോ, അപ്പോൾ വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്റുമല്ലിയുടെ കുറേശ്ശായിട്ട് അങ്ങോട്ട് ചാണിട്ട് കൊടുക്കും നമുക്ക്. ഇപ്പം മഴക്കാലമായി കാരണം ഇപ്പോൾ കട തൊട്ട് എന്തിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നനവുകൾ നിൽക്കല്ലേ. അപ്പോൾ ചാണപ്പൊടി ഇടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ മണ്ണിട്ടോടൊക്കെ ഇപ്പോൾ ഷായിട്ട് വേണമെന്നൊന്നുമില്ല, എനിക്ക് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഈ സമയത്ത് മണ്ണിടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്താണെന്നറിയോ, ഈ കൈക്കോട്ടുമെന്ന് മണ്ണ് നീങ്ങില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ സെൻറ്റുമല്ലിക്ക് നമ്മൾ വളർന്ന് വരുന്നതിനനുസരിച്ച് തന്നെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. എന്തടാ കുട്ടപ്പന്മാരെ കറിയാണ്ടിരിക്കടാ, നമുക്ക് ഓണത്തിന് നല്ല പൂവുണ്ടാക്കണ്ടേ. ഇങ്ങനെ ചാണിട്ടിട്ട് ഇതേപോലെ മണ്ണിടുമ്പോഴില്ലേ പെട്ടെന്ന് എടുത്ത് വെച്ചോണം ചെടി വളരൂട്ടെ. ഞാൻ അടുത്ത വട്ടത്തെ വീഡിയോയിൽ കാട്ടിയിട്ടാ ഇതിട്ട് കൊടുത്തിട്ടില്ല ഇതിൻ്റെ വളർച്ച. എന്ത് ഇവിടെ ഒന്ന് മണ്ണ് മാന്താൻ തോന്നുന്നുണ്ടോ? ഓ പേളിക്കുട്ടിയെ, നീ എങ്ങനെയാണ് ഞാൻ ഈ പറമ്പിലേക്ക് വന്ന് കണ്ടത്? ഈ പറമ്പിലേക്ക് ഞാൻ വരുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയോ മണപ്പിച്ചെത്തിയാള്. അമ്മേനും കൂടി കണ്ടപ്പോൾ നോക്കി സങ്കടം പറമ്പിലേക്ക് വരാനായിട്ട്. ഓ കഴിഞ്ഞു 5 കൂടെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എത്താട്ടാ. കഴിഞ്ഞുടാ. എന്താ നോക്ക് ഇവരുടെ ഒരു സങ്കടം. ആരേ കരയണ്ട. ഇപ്പം എത്തി. ഇത് കഴിഞ്ഞു. ഇത്രയല്ലോ കേട്ടാ. ഇതേപോലെ നമ്മൾ ഇപ്പോൾ സെൻറ്റുമല്ലിക്കും മണ്ണിട്ടല്ലോ. ഇനി നോക്കിയോളൂ കേട്ടോ ഒരു വളർച്ച. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണില്ല പ്രത്യേകിച്ച്. അവിടെ തിക്കും തിരക്ക് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക. നല്ല വെയിലിൽ ചൂടും. സാധാരണ മഴ വരാതെ നല്ല വെയിലിൽ ചൂടാണ് തോന്നണിപ്പോൾ. നമ്മുടെ കൺമണി കുട്ടിയാണെങ്കിൽ ആ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് കാണിക്കും വേണം. പായ പള്ളിക്കുട്ടിയെ. കൺമണിക്കുട്ടിക്ക് കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ ഒന്ന് കളിക്കണം. അങ്ങനെയല്ലേ കൺമണിക്കുട്ടിയുടെ കൂടെ കളിക്കട്ടെ. നെയ്മൽക്കുട്ടനായിട്ട് നല്ല സുന്ദരം പോലായിട്ട് ഇരിക്കണല്ലോ മേ.
എന്താ റൊണാൾഡോനെ തൊട്ട് പൊന്നു റൊണാൾഡോക്ക് വിഷമം അവനെ തൊട്ട് വേലിക്ക് കയറി ഇരുന്നിട്ട് അവള് കുഞ്ഞിതല്ലേ അവള് വരൂ. ഇതെന്തോടെ ചെയ്യണേക്കും എൻ്റെ പൈപ്പ് വലിച്ചു കൊടുന്നുണ്ടല്ലോ. വലിച്ചു കൊണ്ട പറ്റേ നോക്കി പൈപ്പ് വലിച്ചു കൊടുന്നിട്ട് കടിക്കണോ. ഇത് ഇവിടെ അവിടെ ഇരുന്നിരുന്ന പൈപ്പിനെടുത്ത് ഇങ്ങോട്ട് ഞാൻ എൻ്റെ ഹാങ് നനയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പൈപ്പാണേ. അപ്പോൾ അതൊക്കെ ഒരു വലിച്ചു കൊണ്ടുവരാണ്. നമ്മുടെ റൊണാൾഡോ, ഇത് റൊണാൾഡോ, അത് മർഡോണ. പേര് മറക്കണ്ടല്ലേ കൺമണിക്കുട്ടി. ഇന്ന് നമുക്കുണ്ടല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും ഹായ് പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാം. മോളി സ്റ്റീഫൻ്റെ 28ാം വിവാഹ വാർഷികമാണ് ജൂൺ 29ാം തീയതി കേട്ടോ. അപ്പോൾ മോളിയേച്ചിക്കും സ്റ്റീഫൻ ചേട്ടനും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ലൈസ തോംസൻ്റെ ബർത്ത്ഡേ ജൂൺ 28-നാണ്, അതായത് നാളെ. അപ്പോൾ ലൈസേച്ചി ഹാപ്പി ബർത്ത്ഡേ. സൂസ് ജോണിയുടെ മകളുടെ മകൾ ജെന്നിഫറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 14-ാം തീയതി കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വിഷയം കുറച്ച് വൈകിപ്പോയി എങ്കിലും ജെന്നിഫറിന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. മുന്താസ് ഷാജഹാൻ, ഹായ് മുന്താസ് ചേച്ചി. ചിത്ര ഹാൾട്ടൺ, കാനഡ, ഹായ് ചിത്രേച്ചി. നിഷ PJ, ഹായ് നിഷ. സൈറ, ഹായ് സൈറ. അമൃതദേവ് P രവീന്ദ്രൻ, ഹായ് അമൃതദേവ്. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ സുഗീനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 1.5 ഗ്ലാസ് ചെറുപ്പയർ ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളതായിട്ട് നമ്മളിത്. അപ്പോൾ നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളമായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണമല്ലോ. കാരണം ഇത് നന്നായി കുതിർന്നാൽ കാരണം നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതാ അടച്ച് വെച്ച് നമുക്കിതാ തീ കത്തിച്ച് വയ്ക്കാം. അപ്പം നമുക്കിത് ചെറുപ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ കാരണം നമുക്കൊരു വിസിൽ മതി. ഒരു വിസിൽ വന്നാൽ അതിൽ ടയർ പോയി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും കേട്ടോ. അതല്ല വെള്ളത്തിൽ കുതിരാണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ നമ്മുടെ ചെറുപ്പയർ വെന്ത് കിട്ടും കേട്ടോ. ഒരു വിസിൽ വന്നു, നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ കുക്കറിലത്തെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ ഉണ്ടോ, കൃത്യം വേവാണ്. വെള്ളം നമുക്ക് പാകം തന്നെ കേട്ടോ, തീരെ വെള്ളമൊന്നുമില്ല. കണ്ട വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് നോക്കുമ്പോൾ കണ്ടോ ഈ ഒരു വേവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നന്നായി വെന്ത് പോവരുത്, എന്നാൽ നന്നായി വെന്തിട്ടുണ്ടാവണം, ആ ഒരു രീതിയിൽ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ തീ കത്തിച്ച് ഒരു പാൻ നമ്മുടെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. നമുക്കുണ്ടല്ലോ പാൻ ചെറുതായി ചൂടായി വന്നപ്പോൾ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ബെല്ലം ഉരുക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ ബെല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലില്ലാത്ത ബെല്ലാട്ടോ. കാരണം ഇത് ഉരുക്കി എടുത്തതിന് ശേഷം വരുന്ന ഒരു ബെല്ലാണ്. അപ്പോൾ ഇത് നമുക്ക് കല്ലോ മണ്ണോ അങ്ങനെയുള്ള അഴുക്കുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അല്ലാത്ത ബെല്ലാണ് നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മധുരം വേണം. അപ്പോൾ ഒരു 4 അച്ച് അത്യാവശ്യം വലിപ്പമുള്ള 4 അച്ച് ബെല്ലെങ്കിലും നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബെല്ലൊന്ന് ഉരുക്കിയെടുക്കാം. ബെല്ലത ഇതേപോലെ ഉരുകി വന്നിട്ടുണ്ട്. ആ ഉരുകി വന്നതിലുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചെറുപ്പയറാണ് കേട്ടോ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണേ. ചെറുപ്പയറിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീപ്പളാട്ടോ ഞാൻ കൂട്ടി വെച്ച് നോക്കണേ. ഈ നേരം വരെ ഞാൻ ഇത്തിരി തീ കുറവിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ചെറുപ്പയർ വേവിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ തുറന്ന് വെച്ചാൽ വെള്ളം അങ്ങനെ വറ്റിച്ചെടുത്തോളൂ കേട്ടോ. ചെറുപ്പയർ നമ്മൾ ആദ്യം ഈ ശർക്കരയിൽ വിളയിച്ചെടുക്കണം. ചെറുപ്പയർ ഇതാ ശർക്കരയിലൊക്കെ കിടന്നത് അതേപോലെ നന്നായിട്ട് വിളയിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കുണ്ടല്ലോ ഒരു മുറി നാളികേരമായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മളത് ജീരകം പൊടിച്ചത് കേട്ടോ 1 ടീസ്പൂണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതാ ഏലക്കായ പൊടി നമ്മളിതാ 1 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ നാളികേരവും നമ്മുടെ ചെറുപ്പയറും എല്ലാം കൂടി നന്നായിട്ട് വിളയിച്ച് നമുക്ക് കയ്യിൽ ഉരുട്ടാവുന്ന രീതിയിലാക്കിയെടുക്കണം.
നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ ചെറുപ്പയറൊക്കെ ഇട്ട് വിളയിക്കുന്നതിന് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു നുള്ള വേണ്ട, കൂടുതലൊന്നും വേണ്ട. കണ്ടോ, ഇട്ടു എന്നുള്ളൊരു പേര് അത്രേ വേണ്ട കേട്ടോ. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അത്രയും നുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഇതാ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ചെറുപ്പയറിൻ്റെ പാകം. ഇത് നമുക്ക് ചൂടാറി വരുമ്പോൾ നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമ്മളിത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് വേഗം ചൂടാക്കി എടുക്കാം. ചൂടാറട്ടെ. നമുക്കുണ്ടല്ലോ നമ്മുടെ ചെറുപ്പയറൊക്കെ അവിടെ ഇരുന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 2 ടീസ്പൂണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമുക്കതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടുതൽ അടഞ്ഞു പോകരുത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടൊന്നുമില്ലാണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ മാവ്. ഒരു തുണ്ട് കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിൽ കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് കലക്കി വരുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ചെറുപ്പയർ നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയിട്ട് ഈ മാവിൽ മുക്കിയിടുകയും ചെയ്യാം. അപ്പോൾ കൂടുതൽ അഴഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ കുറേ കട്ടും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിലാട്ടോ നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇതാ മാവ് നോക്കി നമ്മളിതാ ഇതേപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പാകം. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ ഈ മാവിൽ പാകത്തിനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് കൂടി പോവരുത്, ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ പാകം. നമ്മുടെ ചെറുപ്പയർ ഇതാ നോക്കിയേ ചൂടാറി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറുപ്പയർ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഈ ഒരു നല്ലൊരു കൃത്യം നമുക്ക് പാകത്തിൽ വെന്ത് കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ കൈ കൊണ്ട് കണ്ട ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അതല്ല ഇനിയിപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കൂടിപ്പോയി അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരാണെങ്കിൽ നമുക്ക് കുറച്ച് അവിൽ ഇട്ടിട്ട് അങ്ങനെ ആയാലും എന്താ പറയുക ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടി വയ്ക്കട്ടെ. നമ്മളിപ്പോൾ ഇത് ഉരുളകൾ ഉരുട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇപ്പുറത്തുണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം. അപ്പോൾ ഞാൻ അത് തീ കത്തിച്ച് നമ്മുടെ പാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതാ നമ്മുടെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുഖിയൻ അത്യാവശ്യം മുങ്ങി കിടക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മുടെ മാവിലിതാ ഇങ്ങനെ ഒന്ന് മുക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്നുമേ മുട്ടി കിടക്കാവുന്ന രീതിയിൽ ഇടയിരിക്കുമോ. അപ്പോൾ നമുക്കത് എടുക്കുമ്പോഴേ പൊട്ടിപ്പോരും കേട്ടോ. നമ്മളുണ്ടല്ലോ എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് തീയൊന്ന് ഇത്തിരി കുറച്ച് കുറവില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
ഒന്ന് രണ്ട് വട്ടം നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ സുജിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സുജിയലിൽ ഞാനുണ്ടല്ലോ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് ഇപ്പം ഞാനിടുമ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ മുട്ടി കിടക്കാവുന്ന രീതിയിലാട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ അടി ഇങ്ങനെ ഒരു കളർ പോലെ നമുക്ക് തോന്നണത് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഉരുണ്ടിരിക്കും. വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ എന്താ പൊന്തി വരും പെട്ടെന്ന്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ എന്താ ബാക്കിയുള്ളതും മാവിൽ ഇതേപോലെ തന്നെ മുക്കിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവിലായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക സുജിയനയിൽ മുക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊന്തി വരുന്നില്ല, ഇങ്ങനെ മുട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിലിടുമ്പോൾ ഇതിങ്ങനെ മാവ് ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതാ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇതാ സുജിയൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ നമ്മുടെ സുജിയൻ കഴിക്കാനൊക്കെ ആയാലോ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ സുജിയൻ നമ്മുടെ സുജിയൻ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത് തന്നെയാണല്ലോ. ചൂടുണ്ടാവും ചൂട്. അതാ ചൂടുള്ള കാരണേ ചേട്ടന് വായ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അടിപൊളി സാധനമാട്ടോ അത്. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ പണ്ട് ചായക്കടകളിൽ പോകുമ്പോൾ ബോണ്ട, ഈ സുജിയൻ ഇങ്ങനത്തെ 1-2 സാധനങ്ങളാണ് ഉണ്ടാവുള്ളൂ ശരിക്കും. ആ കാലഘട്ടത്തിൽ പോണ മാതിരിയാവും ഇത് കഴിക്കുമ്പോൾ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുട്ടാ. അപ്പൊ ചിലപ്പോ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. മഴയുടെ സൗണ്ടാണ് കൂടുതൽ കേൾക്കണേ. അടിപൊളിയല്ലേ? ഇതിന്റെ കൂടെയില്ലേ ഈ മഴയും ഈ കട്ടൻ ചായയും അടിപൊളി സൂപ്പർ സാധനം. അത് നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.